ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് നടക്കാം. ഇന്ന് പൊതുവെ മാർക്കറ്റ് ചെറുതായിട്ടൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഒഴികെ നിഫ്റ്റിയും നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് 24,750 ക്ലോസ് ചെയ്തപ്പോൾ 82 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് 203 പോയിൻറ്റ്സ് ഉയർന്ന് 55,749 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 37 പോയിൻറ്റ്സ് കുറഞ്ഞ് 57,420 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 17,883 ക്ലോസ് ചെയ്തപ്പോൾ 6 പോയിൻറ്റ്സിൻ്റെ കുറവ് മാത്രമേ കണ്ടുള്ളൂ. ഇന്ത്യ വിക്സ് ഇന്ന് 16.07 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 182 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 81,451 ക്ലോസ് ചെയ്തു. DIF ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 995 കോടി രൂപയുടെ കനത്ത ബൈയിങ്ങാണ് നടത്തിയത്. എന്നാൽ FIIയും 6,449 കോടിയുടെ വലിയ സെല്ലിംഗ് ഈ ആഴ്ചയിലെ വലിയ സെല്ലിംഗ് നടത്തിയത്. DIF ആക്ടിവിറ്റി ഈ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII ഈ 5 ദിവസങ്ങളിൽ 33,144 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 418 കോടി രൂപയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. മൺഡേ മുതൽ തേഴ്സ്ഡേ വരെ 6,031 കോടിയുടെ ബൈ FII നടത്തിയപ്പോൾ ഇന്ന് 6,449 കോടിയുടെ നെറ്റ് സെല്ലറായിരുന്നു. അതുകൊണ്ടാണ് ടോട്ടൽ നെറ്റ് സെല്ലിലേക്ക് പോയത് ഈ ആഴ്ചത്തെ. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് കഴിഞ്ഞ് ഇന്ന് ഇറ്റേണൽ 4.98% റാലി നടത്തി. SBIN 2.09% റാലി നടത്തി. HDFC ബാങ്ക് 0.73%, L&T 0.46%, ഡോക്ടർ റെഡ്ഡി 0.22%, ബജാജ് ഫിൻസർ 0.03%, റിലയൻസ് 0.01% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഓട്ടോ 3.10% കുറവ് കണ്ടു. ഹിൻഡൽകോ 2.51% കുറവ് കണ്ടു. HCL ടെക് 1.99% കുറവുണ്ടായി. ശ്രീറാം ഫിനാൻസ് 1.98%, നെസ്ലെ ഇന്ത്യ 1.69%, ടെക്കം 1.69%, ONGC 1.58%, ഗ്രാസിം 1.46%, സൺ ഫാർമ 1.46% ആൻഡ് ഏഷ്യൻ പെയിൻ 1.45% കുറവാണെന്ന് കണ്ടത്. ഇത് സ്റ്റോക്ക് സെല്ലോ ബൈ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ 22 530 നിന്ന് നിഫ്റ്റി ഇന്ന് 24,750 നിൽക്കുമ്പോൾ 9.85% പ്രോഫിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 23,742 നിന്ന് നിഫ്റ്റി ഇന്ന് 24,750 ക്ലോസ് ചെയ്തപ്പോൾ 4.24% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൊമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,001 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,826 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,752 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,833 ക്ലോസ് ചെയ്തു. ആൻഡ് ടുഡേ ഫ്രൈഡേ 24,750 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,130 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,446 കമ്പനികളും റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നലെ എന്നാൽ 1,334 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,243 കമ്പനികൾ മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്തിരുന്നുള്ളൂ. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഫിൻ സർവീസ്, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടേഴ്സും സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന സെക്ടേഴ്സ് എല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്ക് മാത്രം ഇന്ന് 2.88% റാലിയാണ് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 23,325 ക്ലോസ് ചെയ്യുമ്പോൾ 230 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 109 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,879 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിൻ സർവീസ് എന്നാൽ 20 പോയിൻറ്റ്സ് കുറഞ്ഞ് 26,499 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 55,283 ക്ലോസ് ചെയ്യുമ്പോൾ 347 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 99 പോയിൻറ്റ്സ് കുറഞ്ഞ് 13,890 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 8970 ക്ലോസ് ചെയ്തപ്പോൾ 28 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 432 പോയിൻറ്റ്സ് കുറഞ്ഞ് 37,321 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1711 ക്ലോസ് ചെയ്തപ്പോൾ 0.25 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് കണ്ടത്. നിഫ്റ്റി മെറ്റൽ 158 പോയിൻറ്റ്സ് കുറഞ്ഞ് 9193 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,388 ക്ലോസ് ചെയ്യുമ്പോൾ 86 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 147 പോയിൻറ്റ്സ് കുറഞ്ഞ് 21,442 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 195 പോയിൻറ്റ്സിൻ്റെ
ഗെയിനാണ് കണ്ടത്. 6976 ക്ലോസ് ചെയ്തു. ആൻഡ് നിഫ്റ്റി റിയാലിറ്റി 949 ക്ലോസ് ചെയ്തപ്പോൾ 6 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കാണാൻ സാധിച്ചത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊള്ളുന്നു. ബൈ ഓൾ.